നമസ്കാരം. മലബാർ റിസോഴ്സ് ഹബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 4021 തെർമൽ എഞ്ചിനീയറിംഗിലും അതുപോലെ തന്നെ 4051 ഹീറ്റ് പവർ എഞ്ചിനീയറിംഗിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൊഡ്യൂൾ 1-ൽ നിന്നുമുള്ള ഒരു ടോപ്പിക്കാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ഈസ് കോസിസ്റ്റാറ്റിക് പ്രോസസ്? കോസിസ്റ്റാറ്റിക് പ്രോസസ് എന്നാൽ എന്താണ്? നമുക്കൊരു ഫിഗറിലൂടെ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് ഒരു സിലിണ്ടർ കാണാൻ കഴിയും. ഈ സിലിണ്ടറിൻ്റെ ഉള്ളിൽ നിറയെ ഗ്യാസ് ആണ്. അതിൻ്റെ മുകളിൽ ഒരു പിസ്റ്റൺ ഉണ്ട്. പിസ്റ്റന്റെ മുകളിൽ ഒരു വെയിറ്റ് വെച്ചിട്ടുണ്ട്. ഈ ഒരു വെയിറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ വെയിറ്റുകൾ കൂടി ചേർന്നിട്ടുള്ള വെയിറ്റ് ആണ് വെച്ചിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. ഇപ്പം നിലവിൽ ഈ ഒരു വെയിറ്റ് വെച്ചത് കൊണ്ട് തന്നെ ഈ പിസ്റ്റൺ താഴത്തോട്ട് പോവേണ്ടതായിരുന്നു, പക്ഷേ അങ്ങനെ പോകുന്നില്ല. കാരണം എന്താണ്? ഇവിടെയുള്ള ഗ്യാസ് പാർട്ടിക്കിൾ ഇതിന് മുകളിലേക്ക് ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഗ്യാസ് പ്രഷർ എന്ന് വിളിക്കുന്നത്, അല്ലെ? ഒരു പ്രഷർ ഉണ്ട്. സോ ദാറ്റ് ഈസ് ഇവിടെ ഉണ്ടാവുന്ന പ്രഷർ ഹൈ പ്രഷർ ആയിരിക്കും. ദാറ്റ് ഈസ് ഈ ഒരു പോയിന്റിനെ നമുക്ക് എ എന്ന് വിളിക്കാം. എന്തായിരിക്കും? ഹൈ പ്രഷർ ഉണ്ടായിരിക്കുന്നുണ്ട്, അല്ലെ? ഹൈ പ്രഷർ ഉണ്ട്. ഇപ്പൊ എ അല്ലെ, പി ഇതെന്താണ്? പി ബി ആൻഡ് പി എ. പ്രഷർ കൂടിയ സ്ഥലമാണ് എ എന്ന് പറയുന്ന പോയിന്റ്. ഇവിടെ ഇത്രയും വെയിറ്റ് ഉള്ളത് കാരണം തന്നെ ഇവിടെ ഉണ്ടാകുന്ന പ്രഷർ എന്തായിരിക്കും? വളരെ കൂടുതലായിരിക്കും. ഇനി ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ദാറ്റ് മീൻസ് ഈ എ എന്ന് പറയുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഈ ഇക്വിലിബ്രിയം പോയിന്റ് ആണ്. എന്തുകൊണ്ട് ഇത് ഇക്വിലിബ്രിയം പോയിന്റ് ആണെന്ന് പറയുന്നു? കാരണം ഇവിടെ ഉണ്ടാവുന്ന പ്രഷറും ഫോഴ്സും അതുപോലെ തന്നെ ഈ ഒരു വെയിറ്റ് കാരണം ഉണ്ടാവുന്ന ഫോഴ്സും അവിടെ ഈക്വൽ ആണ്, അല്ലെ? ദാറ്റ് മീൻസ് ഒരു ഇക്വിലിബ്രിയം പോയിന്റ് ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാവുമ്പോൾ അതുപോലെ തന്നെ ഇവിടുന്ന് ഒരു വെയിറ്റ്, ഈ ചെറിയൊരു കഷ്ണം, അല്ലെ, ഈ ഒരു ചെറിയൊരു പീസ് വെയിറ്റ് ഞാൻ ഇവിടുന്ന് എടുത്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഇവിടെ നിന്നുള്ള താഴത്തോട്ടുള്ള ഫോഴ്സിന് എന്ത് സംഭവിക്കും? ഫോഴ്സ് കുറയും, അല്ലെ? താഴത്തോട്ടുള്ള ഫോഴ്സ് കുറയും. മുകളിലോട്ട് എന്ത് ചെയ്യും? ഈ ഒരു ഗ്യാസ് പ്രഷർ ഉള്ള കാരണം മുകളിലേക്ക് പൊങ്ങുകയും ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് പ്രഷർ എന്ത് ചെയ്യുന്നു? പ്രഷർ അല്ല, വോളിയം കൂടുന്ന സമയത്ത്, അല്ലെ, ഈ ഒരു സാധനം എന്ത് ചെയ്യും? കുറച്ചങ്ങോട്ട് മാറിയിട്ട് ഇവിടെ വന്ന് നിൽക്കുകയെന്ന് വെച്ചുള്ളൂ. ഓട്ടോമാറ്റിക് എന്ത് സംഭവിക്കും? ഇതിന്റെ വോളിയം കൂടുമ്പോൾ ഓട്ടോമാറ്റിക് എന്ത് സംഭവിക്കും? പ്രഷർ കുറയും, അല്ലെ? പ്രഷർ കുറയും. അപ്പൊ അത് പുതിയ ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിലേക്ക് വരും. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്, അല്ലെ? ഒരു പീസ് എടുത്ത് മാറ്റുമ്പോൾ അത് ഒന്നുകൂടി മുകളിലേക്ക് പോയിട്ട് ആ ഒരു വെയിറ്റിന് ഈക്വലന്റ് ആയിട്ടുള്ള ഒരു പൊസിഷനിൽ വന്ന് നിൽക്കും, അല്ലെ? അടിയത്തെ പ്രഷറും മുകളിൽ നിന്നുള്ള ആ ഫോഴ്സും കൂടി തമ്മിൽ ഈക്വൽ ആവുന്ന ആ ഒരു പോയിന്റിൽ വന്നിട്ട് അത് നിൽക്കുന്നുണ്ട്. സോ അത് ആ ഒരു പോയിന്റ് ആണ് ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ളത്. അടുത്തൊരു പീസും കൂടി എടുത്ത് മാറ്റിയാലോ? അപ്പൊ വീണ്ടും ഒന്നുകൂടി മുകളിലേക്ക് പോകും, അല്ലെ? മുകളിലേക്ക് ഒന്നുകൂടി പോകും. അങ്ങനെ ലാസ്റ്റ് ഏത് വരെ പോകും? ഈ സ്റ്റോപ്പർ വെച്ചിട്ടുള്ള ബി എന്ന് പറയുന്ന പോയിന്റ് വരെ എന്ത് ചെയ്യും? അതിന്റെ പ്രഷർ ഘട്ടമായിട്ട് എന്ത് ചെയ്യും? ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ അതിന്റെ ഒക്കെ ഇടയിൽ ഓരോ ഇക്വിലിബ്രിയം സ്റ്റേറ്റിലൂടെയാണ് അത് പോകുന്നത്. അപ്പൊ ഇങ്ങനെ കടന്നു പോകുന്ന ചെറിയ ഇക്വിലിബ്രിയം സ്റ്റേറ്റുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോസിസ്റ്റാറ്റിക് പ്രോസസ്. ചെറിയ പ്രോസസ്. ഇതൊരു കോസിസ്റ്റാറ്റിക് പ്രോസസ്സാണ്. ഇതൊരു കോസിസ്റ്റാറ്റിക് പ്രോസസ്സാണ്. ഇങ്ങനെ ചെറിയ പ്രോസസ്സുകൾ ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ നിന്നും തൊട്ടടുത്തുള്ള ഇക്വിലിബ്രിയം സ്റ്റേറ്റിലേക്കുള്ള ചെറിയ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോസിസ്റ്റാറ്റിക് പ്രോസസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അവിടെ ഉണ്ടാവുന്ന പ്രഷർ വോളിയം ഡയഗ്രമാണ് ഇവിടെ ചെറിയ കാര്യങ്ങളായിട്ട് ഡോട്ടുകളായിട്ട് നമ്മൾ വരച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ എന്താണ്? അതിനിടയിൽ വരുന്ന ഇക്വിലിബ്രിയം സ്റ്റേറ്റുകളാണ് ഈ ക്രോസ് വരച്ചിട്ടുള്ളത്. ഈ ക്രോസ് വരച്ചൊക്കെ എന്താണ്? ഇക്വിലിബ്രിയം സ്റ്റേറ്റുകളാണ്. അതായത് ഓരോ വെയിറ്റ് എടുത്ത് ഒഴിവാക്കുമ്പോഴും ഉണ്ടാകുന്ന ഇക്വിലിബ്രിയം സ്റ്റേറ്റുകളാണ് ഇവിടെ നമ്മൾ ക്രോസ് വരച്ചിട്ടുള്ളത്. ഈ രണ്ട് ക്രോസിന്റെ ഇടയിലുള്ള ഈ ചെറിയ പ്രോസസ്സിനെയാണ് എന്ത് വിളിക്കുന്നത്? കോസിസ്റ്റാറ്റിക് പ്രോസസ് എന്ന് വിളിക്കുന്നത്. ഒരുപാട് കോസിസ്റ്റാറ്റിക് പ്രോസസ്സുകൾ കൂടി ചേരുമ്പോഴാണ് ഒരു വലിയ പ്രോസസ്സ് അവിടെ നടക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ നമുക്ക് എന്തിന്റെ ഡെഫിനിഷനിലേക്ക് പോകാം. അപ്പോൾ ആ ഫിഗർ നിങ്ങൾ വരക്കണം. അതിനുശേഷം കോസിസ്റ്റാറ്റിക് പ്രോസസ് എന്താണെന്ന് പറയാം. ഇൻ തെർമോഡൈനാമിക്സ് എ കോസിസ്റ്റാറ്റിക് പ്രോസസ് ഈസ് റിഫേർഡ് ആസ് എ സ്ലോ പ്രോസസ്. ഒരു സ്ലോ പ്രോസസ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ പറയാറുള്ളത്. വളരെ മെല്ലെ നടക്കുന്ന പ്രോസസ്സാണ്. ഇറ്റ് ഈസ് ദ പ്രോസസ് ദാറ്റ് ഹാപ്പൻസ് അറ്റ് ഇൻഫിനിറ്റ്ലി സ്ലോ റേറ്റ്. വളരെ ചെറിയ സ്ലോ റേറ്റിൽ, കുറഞ്ഞ റേറ്റിലാണ് എന്ത് ചെയ്യുന്നത്? അത് നടക്കുന്നത് എന്നുള്ളത്. ദ കോസിസ്റ്റാറ്റിക് പ്രോസസ് ഹാസ് ഓൾ ഓഫ് ഇറ്റ് സ്റ്റേറ്റ് ഇൻ ഇക്വിലിബ്രിയം. എല്ലാ സ്റ്റേറ്റിലും എന്തായിരിക്കും? അതായത് എല്ലാ പോയിന്റ്സിലും എന്തായിരിക്കും? കോസിസ്റ്റാറ്റിക് പ്രോസസ് എന്തായിരിക്കും? ഇക്വിലിബ്രിയം കണ്ടീഷനിലായിരിക്കും. ഓക്കെ, ഇക്വിലിബ്രിയം കണ്ടീഷനിലായിരിക്കും. എ കോസിസ്റ്റാറ്റിക് പ്രോസസ് ഈസ് വൺ വിച്ച് ദ സിസ്റ്റം ഈസ് ഇൻ തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം വിത്ത് സറൗണ്ടിങ് അറ്റ് ഇറ്റ് ഓൾ ടൈംസ്. എല്ലാ സമയത്തും സറൗണ്ടിങ്ങുമായിട്ട് പുറമ്പായിട്ട് എന്തായിരിക്കും? അത് തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിലായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് കോസിസ്റ്റാറ്റിക് പ്രോസസ്സിന്റെ കേസിൽ പറയാനുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.